അടുത്ത് തന്നെ ഉള്ള ഒരു കല്യാണ റിസപ്ഷന് പോയപ്പോഴുള്ള വീഡിയോ ആണിത്. എൻ്റെ മോളാണ് അവിടെ ഗിഫ്റ്റും കൊണ്ട് നിൽക്കുന്നത്. അവളുടെ കൂട്ടുകാരിയാണത്. ഒന്നിച്ച് പഠിച്ചതൊക്കെയാണ്. ഒരു ക്ലാസ് മുമ്പും പുറമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ചെറുക്കൻ്റെ വീട് അങ്ങ് കണ്ണൂരാണ്. അപ്പം ഒരാഴ്ച മുമ്പ് ഇവിടെ റിസപ്ഷൻ നടത്തി. കണ്ണൂർ ഗുരുവായൂർ വെച്ചായിരുന്നു കല്യാണം. അതുകൊണ്ട് തന്നെ റിസപ്ഷൻ ഇവിടെ ഉള്ളവർക്ക് വേണ്ടി അങ്ങനെ ഇവിടെ നടത്തി. അങ്ങനെ ഞങ്ങൾ രാത്രിയിലായിരുന്നു ഫംഗ്ഷനൊക്കെ. അങ്ങനെ പോയപ്പോൾ എടുത്ത വീഡിയോയാണ്. സ്റ്റേജിൽ നല്ല അത്രയും ലൈറ്റൊക്കെ കൂടുതലായിരുന്നുകൊണ്ട് എൻ്റെ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടുന്നില്ല. അതൊരു മങ്ങൽ പോലെയൊക്കെ വരുന്നത് കാണിക്കുന്നത്. ക്യാമറ തിരിച്ച് പിടിക്കുമ്പോഴത്തേന് ഓഡിയൻസിനൊക്കെ എടുക്കുമ്പോൾ സമയത്ത് അപ്പോഴും ക്ലിയറായിട്ട് കുറച്ചുകൂടെ ക്ലിയറായിട്ട് വരുന്നുണ്ട്. നല്ല ലൈറ്റ് നേരെ ക്യാമറയിൽ അടിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര ക്ലിയറായിട്ട് കിട്ടുന്നില്ല. അതെൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണത്. പിന്നെ ഡാൻസും ഒക്കെ ഉണ്ടെന്ന് കുറേ ഉണ്ടായിരുന്നു. നല്ല നല്ല ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല. കുറച്ചൊക്കെ ഇങ്ങനെ എടുത്ത് ഡാൻസിൻ്റെതും പിന്നെ ചെറുക്കനും പെണ്ണൊക്കെ കൂടി ഇരിക്കുന്നതൊക്കെ എടുത്ത് ഞങ്ങളത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി. തൊട്ടടുത്ത് തന്നെയാണ് വീട്. തൊട്ടടുത്ത് ഞങ്ങൾ നടന്ന ഒരു 3-4 വീടിൻ്റെ അപ്പുറം അത്രയും നടന്നു പോയാൽ മതി. ഓഡിറ്റോറിയം തൊട്ടടുത്ത് തന്നെ ഓഡിറ്റോറിയം. വീടും ഓഡിറ്റോറിയം അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അത് ഇവരുടെ പിന്നെ പഴയ വീഡിയോസൊക്കെ ഇങ്ങനെ സ്ക്രീനിലിങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലുള്ളതും പിന്നെ അവർ പുനലൂർ തൂക്കുപാലത്തിനോട് നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ തേന്മാവൻ കൊമ്പത്തിൽ ശോഭനയും മോഹൻലാലും ഒക്കെ അഭിനയിച്ച കാർത്തുമ്പിയും മാണിക്കിനുമൊക്കെ ഇട്ടൊക്കെ അഭിനയിച്ച അങ്ങനെ കുറേ സീനൊക്കെ അങ്ങനെ ഇവരുടെ അങ്ങനെ സീനൊക്കെ കുറേ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല. കാരണം ക്ലിയറായിട്ട് കിട്ടുന്നില്ല. ലൈറ്റ് കൂടുതലായിട്ടുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ ക്യാമറയിൽ എനിക്കിത് പറ്റുന്നില്ല. എൻ്റെ ഫോണിൽ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം ഒന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പുനലൂർ തൂക്കുപാലമാണ് ഈ കാണുന്നത് കേട്ടോ. തൊട്ടടുത്ത് തന്നെ വീട്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രി 8:30 മണി കഴിഞ്ഞു. ഇതാണ് പെണ്ണിൻ്റെ വീട്. ഇതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ വീണ്ടും കാണാം.